ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇത് പൂക്കളം ഇടാനുള്ള പൂക്കളല്ല കേട്ടോ ഈ ഇരിക്കുന്നത്. ഞങ്ങൾ അമ്മയുടെ കുഴി ശരിയാക്കാൻ വേണ്ടിയിട്ട് പൂ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് പിച്ചിട്ടേക്കുവാണേ. റെഡ് റോസും വൈറ്റ് ജമന്തിയുമാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത്. ഞങ്ങളിത് ഇവിടെ അടുത്തൊന്നുമല്ല വാങ്ങിച്ചിരിക്കുന്നത്, ഹോൾസെയിൽ കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ അരൂർ പുഷ്പവാടി എന്ന് പറഞ്ഞിട്ടൊരു ഹോൾസെയിൽ കടയുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. 7-നും 30-നൊക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. നമ്മുടെ ഈ അടുത്തുള്ള കടകളിലൊക്കെ നല്ല വിലയായിരിക്കും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിലോ കണക്കിന് തൂക്കി വാങ്ങിക്കാൻ പറ്റും. അത്രയ്ക്ക് അങ്ങ് റേറ്റ് ആവുകയുമില്ല. നമ്മളിവിടെ അടുത്തൊക്കെ ചോദിച്ചപ്പോഴേക്കും റോസപ്പൂവിനൊക്കെ പീസ് റേറ്റ് തന്നെ 20 രൂപ, അതുപോലെ ജമന്തി ബഞ്ച് 200 രൂപ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ബഞ്ച് വാങ്ങിച്ചാൽ നമ്മളൊരു 10 ബഞ്ചെങ്കിലും വാങ്ങിക്കാണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ജമന്തി കിട്ടില്ല. അതിലും നല്ലത് നമുക്ക് കിലോ തൂക്കി വാങ്ങിക്കുവാണെങ്കിൽ 1 കിലോ ജമന്തിക്ക് 600 രൂപയും റോസ് 1 കിലോന് 350 രൂപയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 കിലോ 2.5-2.25 കിലോയൊക്കെ മതി ഒരു കുഴി ഫില്ല് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളിടുന്ന ഡിസൈൻ അനുസരിച്ച് വ്യത്യാസമൊക്കെ വരും. അപ്പം ഞങ്ങൾ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൂവ്. കാഴ്ചവെപ്പിൻ്റെ പ്ലേറ്റിൽ ഇടാൻ വേണ്ടിയിട്ടും പിന്നെ ഫോട്ടോ വെക്കുന്നിടത്ത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ വാങ്ങിച്ചത്. കുഴിയുടെ ഡിസൈനൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. 7-നും 30-നൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. പുറത്ത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഒരു 4500 രൂപയൊക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളോട് അവിടെ സെമിത്തേരിയിൽ ജോലിയെടുക്കുന്ന ആ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ തന്നെ ആവശ്യത്തിന് പൂ വാങ്ങിച്ചിട്ട് ഏതെങ്കിലും ഒരു ഡിസൈനൊക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെ പകുതി പൈസയേ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പകുതി പൈസയല്ല, എന്നാലും നമ്മൾ തന്നെ ഇടുമ്പോഴുള്ള ഒരു സംതൃപ്തി നമുക്ക് കിട്ടും, അതുപോലെ കുറച്ച് കാശ് കുറഞ്ഞും കൂടി കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ തന്നെ ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഡിസൈൻ ഇട്ടപ്പോൾ മുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കരുതി ഞാൻ തന്നെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ആണ്ടിന് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത്. പക്ഷേ ആണ്ടിന് ചെയ്തത് ഭയങ്കര സിമ്പിളായി പോയ പോലെ ലാസ്റ്റ് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ കാസയും ഓസ്തിയുമാണ് വെച്ചത്. അപ്പോൾ കാസ ഓസ്തി ഒരുമിച്ചിരിക്കുന്ന രീതിയിൽ, അതായത് കാസയുടെ ഉള്ളിലേക്ക് ഓസ്തി ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ് കേട്ടോ വെച്ചത്. എന്നാലും ആരും മോശം അഭിപ്രായമൊന്നും പറഞ്ഞില്ല കേട്ടോ, എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. സെമിത്തേരി പള്ളിയിൽ തന്നെ ആയിരുന്നു കേട്ടോ കുർബാന. അത് കഴിഞ്ഞ് പിന്നെ സെമിത്തേരിയിലെ പ്രാർത്ഥനയും കൂടെ കഴിഞ്ഞിട്ട് ഹോളിൽ വന്ന്, അവിടെ അടുത്ത് തന്നെയുള്ള ഹോളാണ്, അവിടെ അടുത്ത് ഹോളിൽ വന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. ഡിഷായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. ബ്രെഡും സ്റ്റൂവും ചോറും കറികളും ആയിരുന്നേ. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടാ, നല്ല കറികളൊക്കെ ആയിരുന്നു. പുതിയ ആൾക്കാരാണ് കേട്ടോ ചെയ്തത്, പക്ഷേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഒരുവിധം ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഫോട്ടോ സെഷൻ നടത്തിയതാണേ. ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഡ്രസ്സ് ഇടാൻ പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ചാൻസ് ഉപയോഗിക്കാമെന്ന് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ഇങ്ങനെ ബാലൻസ് വന്ന ഫുഡും കൊണ്ട് അവരെത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയേ.